ലെറ്റ്സ് ലുക്ക് ഓണസ് ഒപ്പീനിയൻ. അപ്പിയല്ലേ? അപ്പോൾ ഈ രസം ഉണ്ടെന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ ആദ്യം 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളകും, ഉപ്പ്, ചെറിയൊരു മൂടി സോയ സോസ്, അതുപോലെ കുറച്ച് തൈര്. ഇത്രയും ഒഴിച്ചതിന് ശേഷം നമ്മുടെ അടുത്തത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് പാപ്രിക്ക പൗഡർ, വൈറ്റ് പെപ്പർ പൗഡർ, അതുപോലെ ഒറിഗാനോ ഇതുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കോൺഫ്ലോറും മൈദയും കൂടി ചേർക്കുക. ഇതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ എടുക്കുക. ആ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ട് ഒരു റെഡിഷ് ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ എന്താക്കുക, നന്നായിട്ട് വേവിക്കുക. ഈ ഒരു കളർ ആകുമ്പോൾ നമുക്ക് ചിക്കൻ അതിൽ നിന്ന് എടുക്കാം. അതിന് ശേഷം ചൂടൊന്ന് ആറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മിക്സി കേടിരും കേട്ടോ. എന്നിട്ട് ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട്. എന്തൊക്കെ വെജിറ്റബിൾസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്യാരറ്റ്, ക്യാബേജ്, ലെറ്റ്യൂസ് ലീവ്സ്, ക്യൂക്കംബർ, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില. ഇനി വെജിറ്റബിൾസിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ ലെമണും കൂടെ സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കയ്യിലുള്ള ഒറിഗാനോം കൂടെ ചേർക്കുക. ഇതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കുക. അപ്പോഴത്തേന് നമ്മൾ ഇവിടെ ഒരു സാധനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മയണൈസ്. ആ മയണൈസിലേക്ക് കുറച്ച് മാത്രം ടൊമാറ്റോ സോസ് ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതെന്തിനാ അറിയോ? സോസിന് വേണ്ടിയിട്ടാണ്. അപ്പം നേരത്തെ നമ്മൾ ചെറുതാക്കി ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ആ മയണൈസും കൂടെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അടുത്തത് ഇത് ഫില്ല് ചെയ്യാനുള്ള പൂരി നമുക്ക് ഉണ്ടാക്കണം. ഇപ്പോൾ ഈ ഒരു സൈസ് ആയിട്ടുള്ള പൂരിയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നല്ല ചൂട് എണ്ണയിലേക്ക് ഇടുക, പൊരിക്കുക. പൊരിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് പോകാൻ ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എണ്ണയൊക്കെ പോയി കിട്ടും. അതിനുശേഷം നമ്മുടെ പൂരികളെല്ലാം നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇത് ഫില്ല് ചെയ്യാൻ നേരത്ത് മാത്രം ചിക്കനും വെജിറ്റബിൾസും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. കാരണം അല്ലെങ്കിൽ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ അതിലേക്ക് ചിക്കനിലേക്ക് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഓരോ പാനിപ്പൂരി സൈറ്റ് എടുക്കുക, അത് ഓരോന്ന് കുത്തിപ്പൊട്ടിക്കുക, അതിലേക്ക് ഫില്ലിങ് നിറയ്ക്കുക, ഖത്തം, ബാക്കി തിന്നുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാനിപ്പൂരി ഷവർമ. ഇവിടെ അംഗസംഖ്യ കൂടുതലായതുകൊണ്ട് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കാം.